ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു മിനി സ്വിങ് മെഷീനെ കുറിച്ചാണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ഈ മിനി സ്വിങ് മെഷീൻ. ഇത് ഞാൻ മേടിച്ചപ്പോൾ ഒരു 900 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. ആക്ച്വലി ഈ മെഷീൻ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഫുഡ് പെഡൽ കിട്ടും. വളരെ എളുപ്പമാണ്. ഇത് പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. പ്ലസ് ഇതിൻ്റെ കൂടെ ഒരു ചാർജറും കിട്ടും. ഫുഡ് പെഡൽ കൊടുക്കാനും AC അഡാപ്റ്റർ കൊടുക്കാനായിട്ട് ഇവിടെ 2 ഹോൾസ് ഉണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് കൊടുക്കുക. അടുത്തതായി ത്രെഡ് ഫിക്സിങ് നമുക്ക് നോക്കാം. ത്രെഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഓർത്ത്, ഈ മെഷീനിൽ ഞാൻ ഉപയോഗിക്കുന്നത് പോളിസ്റ്റർ ത്രെഡാണ്. സ്പെയ്ഡ് കമ്പനിയുടെ പോളിസ്റ്റർ ത്രെഡ്. നമ്മൾ കോട്ടൺ ത്രെഡ് ഉപയോഗിക്കുമ്പം ത്രെഡ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഒത്തിരിയാണ്. സോ നമ്മൾ പോളിസ്റ്റർ ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ത്രെഡ് കറക്റ്റായിട്ട് കിട്ടും. ഞാൻ എന്തിനാ ഈ സ്റ്റിക്കർ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ത്രെഡ് വലിഞ്ഞ് ഈ ഏരിയ കട്ടാകും. സോ ഇതിൻ്റെ ഏരിയ കട്ടിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നത്. ഈ മെഷീൻ ഇവിടെ കട്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാനിത് മേടിച്ചിട്ട് ഏകദേശം 1 വർഷത്തോളമായി. സോ അടുത്തത് ബോബിനിൽ എങ്ങനെ നമുക്ക് നൂല് ചുറ്റുന്നെന്ന് കാണാം. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഫിക്സ് ചെയ്യുക. ജസ്റ്റ് ഒരു പ്രസ് ചെയ്യുമ്പോൾ അത് ഫിക്സ് ആകും. ഈ ബോബിനിൽ ത്രെഡ് ചുറ്റും മുന്നേ ഈ ത്രെഡ് കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ബോബിൻ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ത്രെഡ് മാറ്റിയിട്ട് വേണം, അല്ലെങ്കിൽ ത്രെഡ് കുരുങ്ങി മെഷീൻ കേടാവാൻ ചാൻസ് ഉണ്ട്. സോ ബോബിനിൽ നൂല് ചുറ്റുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും. ഇത് കറക്റ്റായിട്ട് ഇത് ഇരിക്കത്തില്ല. ഈ ത്രെഡ് എക്സ്ട്രാ ഇതിൻ്റെ ബാക്കിൽ കാണും. സോ അങ്ങനത്തെ പ്രോബ്ലം ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബോബിൻ്റെ ഈ ഹോൾ വഴി ഏതെങ്കിലും ഒരു ഹോൾ വഴി ത്രെഡ് കുറച്ച് പുറത്തെടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ത്രെഡ് പുറത്തെടുത്ത് ഫ്രണ്ടിലൂടെ ബാക്കിലോട്ട് നമ്മൾ മൂവ് ചെയ്തതിന് ശേഷം ഈ ബോബിൻ പിൻ ഇതിലിങ്ങനെ സെക്യൂറായിട്ട് വയ്ക്കുക. ഓക്കെ. അതിനുശേഷം നമ്മുടെ ത്രെഡ്, നമ്മൾ ഏത് ത്രെഡാണ് എടുത്തേക്കുന്നത് ആ ത്രെഡ് നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുക. മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ കാണുന്നതാണ് ത്രെഡ് കട്ടർ. കത്രിക ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതിൽ വെച്ച് ത്രെഡ് കട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ബോബിനിൽ ചുറ്റി വെച്ച ത്രെഡ് നമ്മൾ ഈ കാണുന്ന ബോബിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇടുന്നത്. വെച്ച് കൊടുത്തിട്ട് ത്രെഡിന് ഈ ഗ്യാപ്പിലോട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് വയ്ക്കുക. ജസ്റ്റ് ഈ ഗ്യാപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കേസ് മൂടുക. ഓക്കെ. ഇതിൽ ത്രെഡ് എങ്ങനെ ഇടണമെന്ന് കാണാം. ത്രെഡ് ഇതിലിടാം. നൂലിങ്ങനെ വലിച്ചെടുക്കാം. നൂല് കാണുന്നുണ്ട് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതിനെ ഒരു റൗണ്ട് താഴ്ത്തി എടുക്കുമ്പോൾ ഈ നൂല് താഴത്തെ നൂലും കൂടെ അറ്റാച്ചായി വരും. സോ നമുക്ക് ആ നൂലും കൂടെ വലിച്ചെടുക്കാം. താഴത്തെ നൂല്, ഈ 2 നൂല് നമ്മൾ പുറകിലോട്ട് വെച്ചിട്ടാണ് നമ്മൾ തുണി അടിക്കുന്നത്. ബോബിൻ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നൂല് എങ്ങനെ എടുക്കുന്നതെന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇതിൽ ത്രെഡ് ഇട്ടിട്ട് നമ്മൾ ആ കമ്പാർട്ട്മെൻറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എന്ത് ചെയ്യണം, ത്രെഡ് ഹോൾഡറിൽ നിന്നും ബോബിൻ കമ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള നൂല് ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ ഹാൻഡ് വീലിനെ ഫ്രണ്ട് ഡയറക്ഷനിലോട്ട് കറക്കി കൊടുക്കുമ്പോൾ നമ്മുടെ നീഡിൽ ഒരു സ്റ്റെപ്പ് പൊങ്ങി മേളിലോട്ട് വരും. ഒരു കംപ്ലീറ്റ് ഹാൻഡ് വീൽ റൊട്ടേഷൻ കഴിയുമ്പം
നമ്മുടെ ഈ ത്രെഡിൽ ബോബിൻ കമ്പാർട്ട്മെൻറ്റിലുള്ള ത്രെഡ് അറ്റാച്ച് ആയിരിക്കുന്നത് കാണാൻ പറ്റും. ഈ 2 ത്രെഡിനെയും നമ്മൾ വലിച്ച് പുറകിലോട്ടാക്കി കൊടുത്താൽ നമുക്ക് ഈസിയായി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഒരു ക്ലോത്ത് മടക്കി ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ലൂസ് ത്രെഡിലാണ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ ഇത് കറക്റ്റായിട്ട് വരത്തില്ല. പക്ഷേ കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എല്ലാവർക്കും വരുന്ന മെയിൻ പ്രോബ്ലമാണ് നമ്മുടെ ലൂസ് ത്രെഡിങ്. സോ ഇത് ഇങ്ങോട്ടാണോ എന്നൊരു സംശയമുണ്ട് എല്ലാവർക്കും. നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാക്കുമ്പം ഒത്തിരി ലൂസാവും. ഗ്യാപ്പ് കണ്ടോ? ഒത്തിരി ലൂസാവും. സോ ഇവിടെ ത്രെഡ് ലൂസാവും. ത്രെഡ് ഒത്തിരി ലൂസാണെങ്കിൽ നമ്മുടെ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന ടൈം ലൂസ് ത്രെഡിങ് വരും. അപ്പോൾ നമ്മൾ ഇത് കണക്കാക്കി ഇത് ടെൻഷൻ അറേഞ്ച് ചെയ്യണം, ടൈറ്റാക്കി വെക്കണം. മെഷീൻ മേടിക്കുമ്പം തന്നെ ഇതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ടെൻഷനിൽ കുറച്ചൊക്കെ ചേഞ്ചസ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ബൈ.